ഖമറുൽ ഉലമയുടെ വിപ്ലവം തുളുമ്പുന്ന സേവനരഥം ജനഹൃദയങ്ങളിലേക്ക് അറിവിന്റെ അകമ്പടിയിൽ ഇൽമ് എന്ന ആയുധവുമായി ഉരുണ്ടു ചെന്നപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മഭടന്മാർ ഷെയ്ഖ് അബൂബക്കർ അഹ്മദിന്റെ പേര് കേട്ടാൽ ഉറക്കെ വിളിക്കും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. الشيخ أبو بكر والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء، فنشكر الله الذي جمعنا بهذه الكوكبة من العلماء ومن طلاب العلم، ونرجو منكم أيها الإخوان أن تتمسكوا بالدين وتتمسكوا بشيخكم الشيخ أبو بكر، فإنكم لو طفتم الهند لم تتحصلوا على رجل مجاهد بالعلم مثل الشيخ أبو بكر. പ്രശസ്ത പണ്ഡിതനായ സയ്യിദ് അബ്ബാസ് അലവി അൽ മാലിക്കി. الو ايوه شيخ ابو بكر معك. كيف حالكم شيخ ابو بكر؟ الحمد لله طيب. مباركين ان شاء الله. فانا جلسه بمناسبه ميلاد النبي صلى الله عليه وسلم. انت ما شاء الله الرجل المجاهد. نعم الله يتقبل. انت الرجل المجاهد في نشر العلم. كل الناس يرغبون دعاءكم. ഉപമയില്ലാത്ത ആദർശബോധത്തിന്റെയും ആകർഷക സ്വഭാവത്തിന്റെയും ആഴമേറിയ പാണ്ഡിത്യത്തിന്റെയും സൂക്ഷ്മസിദ്ധമായ സംഘടനാ പാടവത്തിന്റെയും അനിതര സാധാരണമായ അർപ്പണ മനസ്ഥിതിയുടെയും മറക്കാനാവാത്ത ആകാര വൈഭവത്തിന്റെയും ഉടമയായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ആൺകുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. نعطي لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى. الشيخ أبو بكر ابن أحمد الباقوي، وهو رجل رأينا من جهاده ونشاطه. الشيخ الفاضل الشيخ أحمد أبو بكر، إنما هو لقاء قرآني كريم. അതിൻ്റെ ഉള്ളിൽ വന്ന് ചായ തരുന്നൊരു മലയാളി കുട്ടി എന്നോട് പറഞ്ഞു, കാന്തപുരം ഉസ്താദാണായിരിക്കുന്നത്, പുറത്തിരിക്കുന്നത്. അങ്ങനെ ഉടൻ തന്നെ ഞാൻ പുറത്തിറങ്ങി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആയുസ്സും ഈ സമുദായത്തെ സേവിക്കാനുള്ള ശക്തിയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. أن أسلم الرجل الفاضل الذي سعى وراء كل هذه الإنجازات التي ترونها، الرجل الذي نسأل الله أن يمد في عمره مع الصحة والعافية والتوفيق والغنى. آمين. الشيخ أبو بكر أحمد، الله أكبر، الذي بنشاطه وحرصه ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അതിന് നേതൃത്വം കൊടുക്കുന്ന ഷേഖുന എ.പി. അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ അനന്യസാധാരണമായ നേതൃപാഠവും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമസൃണമായ പെരുമാറ്റവും ഈ സ്ഥാപനത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കി നിർത്തുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
ഒരു മഹാനായിട്ടുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് AP ഉസ്താദിനെ കാണാൻ കഴിയുന്നത്. ഈ വിസ്മയമായ വികസന പ്രക്രിയയ്ക്ക് മുന്നിൽ, വളർച്ചയ്ക്ക് പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അഭിമന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்கள். ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദീനവിജ്ഞാന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ നോക്കുകയാണ് ഏത് മുസ്ലിം സംഘടനയാണ് ചെയ്യുന്നത് എന്ന്. അത് ചെയ്ത ഏക സംഘടന ഈ AP ഉസ്താദിന്റെ സംഘടന മാത്രമാണ്. 29 വർഷമായി മുടങ്ങാതെ ഓരോ ദിവസവും ഓരോ ചുവട് വെച്ച് ഉയരുകയും വളരുകയും ചെയ്യുന്ന സ്ഥാപനമായി ആക്കി മർക്കസിനെ വളർത്തിയെടുത്ത കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവர்களെ ഞാൻ ആദ്യമായി 29 വർഷക്കാലം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഗ്രാമഗ്രാമാന്തരങ്ങളും നഗരാന്തരങ്ങളും കടന്ന് സംസ്ഥാനതിർത്തിയും രാജാതിർവരമ്പുകളും ഭേദിച്ച് ഭൂഖണ്ഡങ്ങളും ഉപഭൂഖണ്ഡങ്ങളും കൈവെള്ളയിലൊതുക്കി ഇന്ന് അഹ്ലുസുന്നയുടെ ധീരനായകനായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് കാണുക. അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളനത്തിൽ വർഷം തോറും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്നത് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. دور الزكاة والضبط في التنمية في المحور الرابع، وذلك لأهمية الزكاة والضبط في الإسلام. أختصر الموضوع. الإسلام وبالتالي يستفيد منها الأفراد بل الشعب من هذا المال يستفيد من الوقت لا يقبل بل يعود منها الأفراد والشعب عامة. ثانيا الموضوع الزكاة. الزكاة نظام اجتماعي من المشكلة الاجتماعية. الزكاة ليست فقط تلك الصدقة التي يقدمها لتصل للسائل والفقير، وإنما هو نظام عام يحل مشاكل المجتمع العام والعامة وليست مجرد أموال جديدة. أبو بكر أحمد مسليار وهو الأمين العام لجماعة أهل السنة والجماعة بعموم بتحية الإسلام والمسلمين نيابة عن مسلم الهندي جميعا وعن مسلم كيرلا خاصة وفي سياق قول الذكر ദുബൈയിൽ 10,000 പങ്കെടുത്ത ഖുർആൻ വാർഷിക പ്രഭാഷണത്തിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രഭാഷകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. പ്രസിദ്ധനുമായ ഒരു പണ്ഡിതൻ അറേബ്യൻ എമിറേറ്റിൽ നടത്തിയ ആദർശ പടയോട്ടത്തിന്റെ തിളങ്ങുന്ന ഏടായി മാറി 2006 ഒക്ടോബർ 6 ദുബായ് ദേര ഈദ്ഗാഹിൽ നടന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ റമദാൻ പ്രഭാഷണം. ആ പരിശുദ്ധ ഖുർആൻ നേരിടാൻ വേണ്ടി വന്നവരൊക്കെ പരാജയപ്പെട്ട് പിന്നെ അവർ വളഞ്ഞ വഴിയിലൂടെ നോക്കുകയാണ്. UAE ഗവൺമെന്റിന്റെ കീഴിൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ
ആൽ നഹിയാന്റെ രാജ്യത്ത് നടന്ന അന്താരാഷ്ട്ര മൗലിദ് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്